ആരാ? എന്ത് വേണം? ഞങ്ങളെ സുലൈമാൻ സാഹിബ് പറഞ്ഞയച്ചതാ. ഇതാ ഈ അഗ്രിമെന്റിൽ ഒന്ന് ഒപ്പിട്ട് തരാൻ പറഞ്ഞു. എന്താ ഇത്? ഇംഗ്ലീഷ് ആണല്ലോ. ഇങ്ങ് തന്നെ, ഞാനും നോക്കട്ടെ. അച്ഛൻ നമ്മുടെ ഹോട്ടലിലെ സ്ഥലത്തിന്റെ ലീസ് എഗ്രിമെന്റാ. 10 ലക്ഷം രൂപ അഡ്വാൻസും കാണിച്ചിട്ടുണ്ട്. സാഹിബിന് 10 ലക്ഷം കൊടുക്കാനുണ്ടെന്നുള്ളത് വേറെ. അതിന് ഈ എഗ്രിമെന്റിന്റെ വകുപ്പ് മനസ്സിലാകുന്നില്ല. അഡ്വാൻസ് വാങ്ങിയിട്ട് എഗ്രിമെന്റ് കൊടുക്കാത്തത് ശരിയാണോ തിരുമേനി? ഇതിൽ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എങ്കിലും അതൊന്ന് കാണുന്നുള്ളൂ. അയ്യോ വെങ്കട്പതി, നമ്മൾ എന്തൊക്കെയാണ് കാണാൻ കൊടുക്കുന്നത്? തള്ളോ? തള്ളിന്റെ ഒന്നും കാര്യമിനിയില്ല. നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കൊടുക്കാം. നാണോ? നാണാണ് നമ്മൾ. മനസ്സിലായില്ല? നമ്മളല്ലേ ഇപ്പൊ കാറിൽ ഇങ്ങോട്ട് വരാൻ കൊടുത്തത്. നമ്മൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണകുടി കൃഷ്ണരാജ കമ്മത്ത് മകൻ ദേവരാജ കമ്മത്ത. ഇനി നിങ്ങൾ നമ്മൾക്ക് കാര്യങ്ങൾ പറയാൻ കൊടുക്കണം. എന്താണ് പ്രശ്നം? ഞങ്ങൾ സുലൈമാൻ സാഹിബിന്റെ ആളുകളാ. അപ്പോൾ അതാണോ പ്രശ്നം? അയ്യോ അതല്ല. ഇനി ഒന്നും ഇങ്ങോട്ട് പറയാൻ കൊടുക്കണ്ട. കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടു. 10 ലക്ഷം രൂപയുടെ പ്രോബ്ലം അല്ലേ? പണം നമ്മൾ തറും. മൂർത്തി, മൂർത്തിയോട് കോട സുർക്കാൻ കൊടുക്കണോ? കോട സുർക്കാൻ കൊടുക്കണോ? തിരുമേനി, ഈ സാഹിബിന്റെ കയ്യിൽ നിന്ന് പണം മേടിക്കാൻ കൊടുത്തിട്ട് എത്ര കാലമായി? 1.5 വർഷം കഴിഞ്ഞു. 2 വർഷത്തെ ബാങ്കിന്റെ പലിശ കണക്കാക്കിക്കോട്ടെ. അപ്പോ 12,09,999 രൂപ 85 പൈസ. മൂർത്തി, നമ്മളൊന്ന് റൗണ്ട് ചെയ്യുന്നു. 12,10,000. 15 പൈസ ജാസ്തി ഉണ്ട്. എത്ര പണം നമ്മൾ വെറുതെ കളയുന്നു? കൊണ്ടുപോയി തിന്നട്ടെ മക്കനക്ക. മൂർത്തി, മേസക്കൊളുങ്ങണു, അങ്ങാതെ നിൽക്കൂ. നിങ്ങൾക്ക് ഇത് സാഹിബിനെ ഏൽപ്പിക്കാൻ കൊടുക്കാം. ഞങ്ങൾ എഗ്രിമെന്റ് ഒപ്പിടിക്കാനാ വന്നത്. തിരുമേനി പറഞ്ഞ അനുസരിക്ക്. തിരുമേനി ഇനി ഒപ്പിടാൻ കൊടുക്കില്ല. താനതിൽ ഇടപെടണ്ട. ഏർപ്പെടും. ഇനി നമ്മൾ ഇടപെടും. അടിച്ചോടിക്കണേ ഈ പറട്ടെ. പറട്ടയല്ല, കമ്മത്ത്, ദേവരാജ കമ്മത്ത്. നമ്മൾക്ക് തല്ലാൻ കൊടുക്കല്ലേ. നമ്മൾ കമ്മത്തുമാറ് സമാധാന പ്രിയരും യുദ്ധപാരമ്പര്യമില്ലാത്തവരും അഹിംസവാദികളും ഒക്കെയാണ്. പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ചാൽ മൂർത്തി ഇതൊരു നെക്കിയാൽ നിങ്ങളുടെ തൽബണ്ട പൊട്ടി നിങ്ങൾ സത്തുപോകും. നിങ്ങൾ സത്തുപോയാൽ നമ്മൾ ജയിൽ പോകാൻ കൊടുക്കില്ല. നമ്മൾക്ക് പണമുണ്ട്, പദവിയുണ്ട്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം, ജീവൻ വേണോ അഗ്രിമെന്റ് വേണോ? വിത്ത് ക്യാഷ്. മൂർത്തി, ഈ ഗുണ്ടന്മാരുടെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ, ഫോട്ടോ എല്ലാം മേടിക്കാൻ കൊടുക്കണം. നമ്മൾക്ക് ഒരു പ്രോബ്ലം വന്നാൽ ഇവരെ വിളിക്കാൻ കൊടുക്കരുത്. തിരുമേനി പേടിക്കാൻ കൊടുത്തോ? ഹേയ്, ഇതിലുണ്ടയില്ല. ഉണ്ട നമ്മുടെ സേട്ടൻ കമ്മത്തിന്റെ കയ്യിലാ. അദ്ദേഹം അത് നമ്മൾക്ക് പൊട്ടിക്കാൻ തരില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ട മാത്രമേ ഉള്ളൂ, തോക്കില്ല. തോക്ക് നമ്മുടെ കയ്യിലല്ലേ. തോക്കിൽ ഉണ്ട ഇട്ടാലല്ലേ പൊട്ടിക്കാൻ പറ്റൂ. സ്വർഗത്തിൽ നമ്മൾ തോക്ക് പൊട്ടിക്കാറില്ല. ഇദ്ദേഹത്തിന് കുടിക്കാൻ കുറച്ച് സംഭാവന കൊടുക്കുക. ഒന്നും വേണ്ട, നമ്മൾക്ക് ആ സ്ഥലം ഒന്ന് കാണാൻ കൊടുത്താൽ മതി. വാസ്തു മോളെ ഒന്ന് ചെല്ലുക. ബിരിയാണി സ്ട്രീറ്റ്. നമ്മളുടെ കട ആരംഭിച്ചാൽ 3 മാസം കൊണ്ട് ഈ പേര് മാറും. പിന്നെ കമ്മത്ത് സ്ട്രീറ്റ് ആവും. അതാ നമ്മുടെ റാശി. ശ്രീകൃഷ്ണ വിലാസം, കിഴക്ക് ദർശനം, ഐശ്വര്യം. ഗണപതിയാണ് പ്രതിഷ്ഠ അല്ലേ?
കൗണ്ടർ പൊക്കി നോക്കുന്ന ആളാണോ സാഹിബ്? അതെ. നല്ല വെളുത്ത ഹൽവ പോലത്തെ ഭംഗിയുള്ള ശത്രു. മാഷ് വരൂ, കടയൊക്കൊന്ന് കാണണ്ടേ? കാണണമല്ലോ, വരൂ. എന്തെങ്ങനെ നോക്കുന്നേ? തന്റെ മംഗല്യം ശരിക്കും ഉറപ്പിച്ചു അല്ലേ? അതെ. എന്താ മാഷെ? സങ്കടം പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഈർക്കിലി പോളിരുന്ന പെണ്ണാണ്. ഇപ്പൊ വളർന്ന മലമ്പുഴ യക്ഷയെ പോലെ സുന്ദരിയാവും അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ടും ഐ ലവ് യു പറഞ്ഞ് നമ്മൾ അന്നെ ബ്ലോക്ക് ചെയ്തേനെ. ഇനിയിപ്പൊ പറയാൻ കൊടുത്തിട്ട് കാര്യമില്ല. എന്തായാലും നമ്മൾക്ക് വളരെ വളരെ ഇഷ്ടമായി. അതല്ല, ഇതെന്തായാലും കയ്യിൽ നിന്ന് പോയല്ലോ. ഹോട്ടലും പരിസരവും ഒക്കെ എന്തായാലും പുറത്തു കൊടുക്കുമ്പോ ആദ്യം നമ്മളെ ഓർത്തത് നന്നായി. നമ്മളിതാ ഇത് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. ആയിരിക്കുന്നവനാണ് ഞാൻ പറഞ്ഞ കമ്മത്ത്. ഭയങ്കര സ്ത്രീലമ്പടന. മിണ്ടണ്ട, മിണ്ടിയാൽ സെക്രട്ടറി പോലും വഴങ്ങിപ്പോകും. മുനിസിപ്പൽ സെക്രട്ടറി എത്തി. അവൻ വളയ്ക്കാൻ ശ്രമിക്കും, വഴങ്ങരുത്. നമസ്കാരം. നമ്മൾ കമ്മത്ത്, ദേവരാജ കമ്മത്ത്, കമ്മത്തൻ കമ്മത്ത് ഹോട്ടൽസിന്റെ പാർട്ട്ണറാണ്. അതിന് നമ്മൾ തലയും കുത്തി നിൽക്കണം. താൻ നിൽക്കാൻ കൊടുക്കും. നിൽക്കാം. മാഡം, 3 ദിവസമായി നമ്മളിങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ കൊടുക്കണു. മാഡം ലീവായിരുന്നു. മുനിസിപ്പൽ സെക്രട്ടറി ഒരു ലേഡിയാണെന്ന് അറിഞ്ഞപ്പോ ഒരു 50-52 ആണ് നമ്മൾ വിചാരിക്കാൻ കൊടുത്തത്. ഇതിപ്പോ ചെറുപ്പമല്ലേ? എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ആര് കണ്ടാലും ചോദിച്ചു പോകും. കല്യാണം കഴിക്കാൻ കൊടുത്താണോ? ആണെങ്കിൽ ഹസ് എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യണം? കുട്ടികൾ? കല്യാണം കഴിക്കാത്ത മാഡത്തിന് കുട്ടികളോ? മാഡം ഇയാളെ ഇൻസൾട്ട് ചെയ്യാണ്. മിച്ചേ വെങ്കിട്പതി, അപ്പൊ കല്യാണം കഴിക്കാൻ കൊടുത്തിട്ടില്ലേ? നമ്മളെ കല്യാണം കഴിക്കാൻ കൊടുത്തിട്ടില്ല. ആമഭ്രാന്തരാ, വിട്ടോ. എന്താണ് തന്റെ പ്രശ്നം? നമ്മളുടെ ഹോട്ടൽ ലൈസൻസിന്റെ കാര്യം മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കാത്തിരിക്കേണ്ടി വരും. അല്ല, നമ്മൾ രാവിലെ കാലത്ത് മുതൽ കാത്തിരിക്കാൻ കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്ത്? സ്ത്രീലമ്പടനാണെന്ന്. ഇനി അവനൊരു ചേട്ടനുണ്ട്, പേര് രാജരാജ കമ്മത്ത്. സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്നു എന്നാ കേട്ടത്. അതുകൊണ്ട് ഒരു കാരണവശാലും ലൈസൻസ് കൊടുക്കരുത്. സ്വഭാവ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണോ നമ്മൾ ലൈസൻസ് കൊടുക്കുന്നത്? 4-5 വർഷം മുമ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും ഫുഡ് കോർപ്പറേഷന്റെയും നോട്ടീസ് പ്രകാരമാണ് നമ്മൾ പഴയ ശ്രീകൃഷ്ണ വിലാസം ഹോട്ടൽ പൂട്ടി സീല് ചെയ്തത്. ഇപ്പൊ ആ ഹോട്ടലിന്റെ പേര് കമ്മത്താൻ കമ്മത്ത് എന്ന് മാറ്റിയാണ് ലൈസൻസിന് അപേക്ഷിച്ചിരിക്കുന്നത്. കേസ് നിലവിലുണ്ട്. മാഡം വെറുതെ പുലിവാലി പിടിക്കണ്ട. കൗൺസിൽ അറിയാതെ മാഡത്തിനെ കബളിപ്പിച്ച് ലൈസൻസ് നേടാനാണ് അവൻ ശ്രമിക്കുന്നത്. കൗൺസിലിനെ എതിർത്തുകൊണ്ട് മാഡത്തിന് മുന്നോട്ടു പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തൽക്കാലം അപേക്ഷ കൗൺസിലിന്റെ മുന്നിൽ എത്തിക്കുകയാണ് വേണ്ടത്. ഞാൻ ആ ഫയലും നോക്കട്ടെ. മാഡം, ലഞ്ച് ബ്രേക്ക് ആകാൻ പോകുന്നു. തന്നെ ഇപ്പൊ ആരെങ്ങോട്ട് വിളിച്ചത്? കണ്ണിൽ തുപ്പരുത്. നമ്മൾക്ക് സമയം വെറുതെ കൊടുക്കാനില്ല. മൺഡേ ഹോട്ടലിന്റെ ഉദ്ഘാടനമാണ്. ലൈസൻസ് കിട്ടാതെ ഉദ്ഘാടനം? അതിനാണല്ലോ നമ്മൾ അപേക്ഷ വച്ചത്. തന്റെ ഫയൽ ഇനിയും വിശദമായി പഠിക്കാനുണ്ട്. താൻ പോയി അടുത്താഴ്ച വരൂ. അങ്ങനെ പറയരുത്. ഉദ്ഘാടനം മാറ്റിവെക്കാൻ പറ്റില്ല. ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് തീയതി നിശ്ചയിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? നമ്മുടെ സേട്ടൻ രാജരാജ കമ്മത്ത്. അദ്ദേഹത്തെ മാഡത്തിന് അറിയാൻ കൊടുക്കില്ല. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു മാതിരി ലുക്ക് ഉണ്ട്. അദ്ദേഹത്തെ പോലെ തന്നെ മൂക്കത്താണ് സുണ്ടി. സ്നേഹിച്ചൽ രാജമാണിക്യം, എറിഞ്ഞ പോക്കർ രാജ. ബാക്കി നമ്മൾ പറയാൻ കൊടുക്കുന്നില്ല. തനിക്കിപ്പോ തൽക്കാലം ലൈസൻസ് തരാൻ നിർവാഹമില്ല. യു മേ പ്ലീസ് ലീവ് നൗ. അപ്പോ മാഡം നമുക്ക് ലൈസൻസ് കൊടുക്കില്ല? ഇല്ല. ഒരു മിനിറ്റ്. അയ്യോ, വെടിവെക്കരുത്. ഫോണാണ്. അണ്ണോ, ചാങ്ങ അങ്കാർത്തേക്ക ലൈസൻസ് ദിംന ഖൈ. ഇത് മലയാളമല്ല, ഉറുദു. കൗൺസിലർ ഹാത്തസ ഇത്തി കോർക്ക. ഇച്ചിരി കോർക്കണോന്ന് മൈൻഡ് ചെയ്യണ്ട. യാ ഹാ ഓ ഓക്കേ അണ്ണു. കരാട്ടെ ക്ലാസ്സോ? നമ്മളുടെ സേട്ടനാണ്. സേട്ടൻ പറഞ്ഞു ആ അഹങ്കാരി സെക്രട്ടറിയോടെ പോയി പണി നോക്കാൻ പറയാൻ കൊടുക്കാൻ. സേട്ടൻ ഒന്ന് വിരലിനോടിച്ചാൽ മുനിസിപ്പൽ സെക്രട്ടറി അല്ല ചെയർമാൻ വരെ ഹോട്ടലിന്റെ അവിടെ വന്ന് ലൈസൻസ് തരാൻ കൊടുക്കുമെന്ന്. താൻ ആരോടാ സംസാരിക്കുന്നെന്നറിയോ? തന്റെ കാര്യവും നമ്മൾ സേട്ടനോട് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ സേട്ടൻ പറഞ്ഞു തന്നെ ഒന്നും ചെയ്യാൻ കൊടുക്കരുതെന്ന്. അതാണ് ഓർഡർ. തന്നെ മാറ്റി വെക്കണമെന്ന്. എന്തിന്? സേട്ടന് തന്നെ ഒട്ടയ്ക്ക് ഇടിക്കാൻ കൊടുക്കണമെന്ന്. ഇടിക്കാനോ? അപ്പോൾ മാഡം, കമ്മത്താൻ കമ്മത്ത ഹോട്ടലിന്റെ ഉദ്ഘാടനം ഈ മൺഡേ തന്നെ ഫിക്സ് ചെയ്തു. ആദ്യത്തെ ക്ഷണം മാഡത്തിന് ഇരിക്കട്ടെ. മാഡം വരണം, പങ്കെടുക്കണം, ആശീർവദിക്കണം. തന്നെ നമ്മൾ പ്രത്യേകം ക്ഷണിക്കാൻ കൊടുക്കുന്നില്ല. ഇല്ല. കണ്ടില്ലേ മാഡം അവന്റെ അഹങ്കാരം? ലൈസൻസ് ഇല്ലാതെ ഈ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുന്നത്
എനിക്കൊന്ന് കാണണം. മുനിസിപ്പാലിറ്റിയെ വെല്ലുവിളിച്ചോണ്ടാ കമ്മത്ത് ഹോട്ടലിന്റെ ഉദ്ഘാടനം നടത്താൻ പോണത്. പക്ഷെ മുനിസിപ്പൽ സെക്രട്ടറി വാശിയില്ല. പെണ്ണാണെങ്കിലും ഊശ്വരുള്ള ജാതിയാ. ഉദ്ഘാടനം പോലീസ് തടയും. നീ ആ ബോർഡ് കണ്ട? ഒരു കമ്മത്ത് ഗ്രീൻ, മറ്റേ കമ്മത്ത് റെഡ്. റെഡ് അപകടകാരിയാണ്. ഒന്നും കാണാതെ കമ്മത്തുമാർ ഉദ്ഘാടനം വെക്കൂല. ഉദ്ഘാടനത്തിന് അന്ന് ഏട്ടൻ കമ്മത്ത് ഇവിടെ എത്തരുത്. എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഹോട്ടൽ തുറക്കൂല. മൂത്ത കമ്മത്ത് പാലക്കാട് ജില്ലയിൽ കാലുകുത്താതെ നോക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കമ്മത്തിനെ തല്ലി ഒടിച്ച് ഇഞ്ച പരുവത്തിലാക്കി തൃശൂർ മെഡിക്കൽ കോളേജിലാക്കാൻ പറ്റിയ ചുണക്കുട്ടികൾ എന്റെ കയ്യിലുണ്ട് സാഹിബേ. വരട്ടെ രാജരാജ കമ്മത്ത്. രാജരാജ കമ്മത്തുണ്ടോടാ വണ്ടിയില്? ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങടാ. എന്തിനാണാവോ? ഒന്ന് സ്നേഹിക്കാൻ. എന്താ തന്നെ കുറച്ചു കാലമായി ശരീരം ഒന്ന് അനങ്ങിയിട്ട്. ഇപ്പൊ വിളിക്കാം മുതലാളി. ആ ആകട്ടെ, നിങ്ങൾക്കൊക്കെ ആരാണ്? നമ്മൾക്കൊരു പിടുത്തം കിട്ടണ്ടല്ലോ. വെങ്കട് പറ്റി അറിവാൾ വടിവാൾ ഫുട്ബോൾ. നിങ്ങൾ തള്ളി കൊടുക്കാൻ വന്നവരാണല്ലേ? അപ്പോൾ നമ്മൾക്ക് പാൽക്കാട്ട് ശത്രുക്കളുണ്ട്. നിങ്ങൾ തള്ളി കൊടുക്കാൻ വന്നവരാണെങ്കിൽ നമ്മൾ ഗുണ്ടകളെ തള്ളാറില്ല. അതിന് നമ്മൾ ആട്ടിന്റെ ഇറച്ചി, മാട്ടിന്റെ ഇറച്ചി, പുള്ളിയുടെ ഇറച്ചി, കോഴിയുടെ ഇറച്ചി, മീനിന്റെ ഇറച്ചി എല്ലാം കൊടുത്തു വളർത്തുന്ന ഒരു പോത്തുണ്ട്. ആരാണ് അയാൾ? ആരായിരിക്കും? ഇയാളാണ് പേര് ഗോപി. ഇയാൾ ശരിക്കും അടിക്കും. നല്ല അടിക്കാരനാണ്. വേണമെങ്കിൽ ഒന്ന് നോക്കൂ. നല്ല ചാൻസ് അല്ലേ? അരെ ഗോപി. ഓ എന്താ മുതലാളി? തല്ലിയാൽ മതി, കൊല്ലണ്ട. അരെ ഗോപി ആരംഭില്. ഇങ്ങോട്ട് എണീറ്റ് വാള. തനിക്ക് എന്താണ് വിചാരിക്കാൻ കൊടുത്തത്? താൻ ഇയാളെ തള്ളി തോൽപ്പിച്ചാൽ നമ്മൾ തന്നെ തള്ളാൻ വരുമെന്ന് വിചാരിച്ചു അല്ലേ മണ്ടൻ? അത് മനസ്സിൽ വെച്ചാൽ മതി. നമ്മൾ അങ്ങനെ ആപ്പമാരെയും ഉപ്പമാരെയും ഒന്നും തള്ളാൻ കൊടുക്കില്ല. അത് ഇരിക്കട്ടെ, തന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ കൊടുത്തത്? അത് പറയും. വെറുതെ പറയാൻ കൊടുക്കണോ? ബഹുമാനപ്പെട്ട മുനിസിപ്പൽ സെക്രട്ടറി മഹാലക്ഷ്മിയോട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇറങ്ങടി ഇങ്ങോട്ട്.
നിന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് വർഷം 3 കഴിഞ്ഞു. ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. സുരേഖയെ വിട്ടുതരുന്നോ ഇല്ലയോ? ഞങ്ങൾ ആരും അവളെ പിടിച്ചു വെച്ചിട്ടില്ല. എന്ത് തീരുമാനിക്കാനുള്ള വിവരം വിദ്യാഭ്യാസം അവൾക്കുണ്ട്. ഇങ്ങനെ ഒരു ഒടങ്കല്ലി ന്യായവും പറഞ്ഞ് ഇനി ഒഴിഞ്ഞു മാറാന്ന് കരുതണ്ട. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. സുരേഖ എന്റെ വീട്ടിൽ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ തൂക്കിയെടുത്ത് വണ്ടിയിലിടാം. ഏയ് നിങ്ങൾ എന്ത് പോക്കറി കാണിക്കാൻ? നീയാണ് ചോദിക്കാൻ. അടിച്ച് കൊല്ലണം ഇവനെ. ഏയ്, ഏയ്, പിടിയെടാ അവളെ. നിക്കാൻ. അവരുടെ പുറകെ പുറകെ 2 ഗുണ്ടമാർ ഉണ്ടല്ലോ. എന്ത് പറ്റി മാഡം? എന്നെ രക്ഷിക്കണം. നിന്നെ ആരും രക്ഷിക്കില്ല. അവളെ ഞാൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊന്നുകളയും. തടയാൻ ശ്രമിച്ച നിന്നെ വഴിയാം. ആരാണ് നിങ്ങൾ? എന്താണ് കാര്യം? അതെ, വഴിപോക്കർ ഇടപെടേണ്ട കാര്യമില്ല. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. കുടുംബക്കാര്യം വീട്ടിലല്ലേ, റോട്ടിലല്ലല്ലോ. പിന്നെ ഒരു കാര്യം, ഒരാൾ ശത്രുവായാലും ശരി മിത്രമായാലും ശരി നമ്മളുടെ സഹായം ചോദിച്ചാൽ നമ്മൾ കൊടുക്കും. അതാണ് നമ്മളുടെ മര്യാദ. ചവിട്ടി മലത്രയാണ്. മാഡത്തിന് ഡ്രൈവർ ഉണ്ടോ? ഡ്രൈവറിനെ അവർ തല്ലി ഓടിച്ചു. എങ്ങോട്ടാണ് പോകാൻ കൊടുക്കുന്നത്? പാലക്കാട്. വിരോധമല്ലെങ്കിൽ നമ്മളുടെ കാറിൽ മാഡത്തിന്റെ കാർ കോപ്പി കൊണ്ടുപോകും. നമ്മളെ പേടിയുണ്ട്. പേടിക്കാൻ കൊടുക്കേണ്ട, നമ്മൾ വളരെ ഡീസന്റ് ആണ്. നേരം കൊട്ടോളൂ. അരെ ഗോപേ, ജോലി കഴിഞ്ഞ് മാഡത്തിന്റെ കാറുമായി പാലക്കാട് വരാൻ കൊട്ടോളൂ. മുതലാളി പൊയ്ക്കോ, ഇതിപ്പോ ഫിനിഷ് ആവും. ആരാണ് അവർ? അവരെ എന്തിനാണ് തന്നെ ഉപദ്രവിക്കാൻ കൊടുക്കുന്നത്? ആരെയാണ് അവർ കൊല്ലാൻ കൊടുക്കുമെന്ന് പറഞ്ഞത്? അത് എന്റെ സഹോദരി. സഹോദരിയുടെ ആരാണ് അയാൾ? വീട്ട് കോയമ്പത്തൂരാണല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയും സഹോദരി മാത്രം. താൻ കല്യാണം കഴിക്കാൻ കൊടുത്തിട്ടില്ല അല്ലേ? എന്താണ് കല്യാണം കഴിക്കാൻ കൊടുക്കാത്തത്? സാഹചര്യം ഒത്തു വന്നില്ല. വീട്ടിൽ കുറച്ച് ഫാമിലി പ്രോബ്ലംസ്. നല്ല വെസ്പ. നമ്മളൊന്നും കളിച്ചിട്ടില്ല. പാലക്കാട് എത്തുമ്പോൾ നേരം ഒരുപാടാകും. നിങ്ങൾ വീട്ടിൽ നിന്ന് കളിച്ചിട്ടായിരിക്കും പോകുന്നതല്ലേ? അല്ല. അപ്പോ വിരോധമില്ലെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറി എന്തെങ്കിലും കളിക്കാം. വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ പട്ടിണി കിടന്നുള്ളൂ, നമ്മൾ വയർ ഫുള്ളാക്കാം. അപ്പോൾ വിരോധമില്ല അല്ലേ? ഓക്കെ. നമ്മൾ പ്യൂർ വെജിറ്റേറിയൻ ആണ്. അതിലാണ് കൂടുതൽ പച്ചക്കറികൾ. ഒരു വെജിറ്റബിൾ സൂപ്പ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, പിന്നെ ഗോപി മഞ്ചൂരി, 2 ചപ്പാത്തി, വെജിറ്റബിൾ കുറുമ, പിന്നെ ഒരു വെജിറ്റബിൾ സാലഡ്. ഇത്രയും മതി. നമ്മൾ ഡയറ്റിലാണ്. അല്ല, നിങ്ങൾ ഓർഡർ ചെയ്തില്ലല്ലോ. ഇവിടെ നല്ല പോത്താട് കോഴിയെല്ലാം കിട്ടും. ഞാനും വെജിറ്റേറിയനാ. പക്ഷെ പോത്തിറച്ചി തിന്നുന്ന ആൾക്കാർമാരുടെ ഒരു രീതിയുണ്ട് സംസാരത്തില്. ഓർഡർ ചെയ്തോളൂ, ഓർഡർ ചെയ്തോളൂ. എനിക്കൊരു കർഡ് റൈസ് മതി. ഓക്കെ മാഡം. സർപ്രൈസ്. എന്താ ഇവിടെ? ആഹാരം കളിക്കാൻ കഴിയാത്താണ്. ഞങ്ങള് തിരുപ്പതി പോകുന്ന വഴിയാ. ഹീസ് മിസ്റ്റർ രാജ, രാജരാജ കമ്മത്ത്. ഹലോ. നമ്മൾക്ക് മനസ്സിലാക്കാൻ കൊടുത്തില്ല. ഓ സോറി, ഹീസ് മൈ ഹസ്ബൻഡ്. തെലുങ്കനാണ്. നമസ്കാരമുണ്ട്. ഹായ്. ഇതാരാ? വൈഫാണോ? അല്ല, ഒരു ഫ്രണ്ടാണ്. ഓ ഐ എം സോറി. ഓക്കെ മിസ്റ്റർ കമ്മത്ത്, സീ യു സം ടൈം. ബൈ, ടേക്ക് കെയർ. നന്നായിരിക്കട്ടെ. താങ്ക് യു. ആരാ അവര്? ആറ് റെസ്റ്റോറന്റിൽ വെച്ച് കണ്ട ബായ്. ആ? എന്റെ ഭാര്യ ആയിരുന്നു. അപ്പൊ ഇപ്പൊ അല്ല. എന്തിനാ പിരിഞ്ഞേ? ഒരുപാട് സഹിക്കാനും പൊറുക്കാനുമുള്ള ത്രാണി വെങ്കട്പതി നമ്മൾക്ക് കൊടുത്തിട്ടില്ല. പ്രിയേണ്ടി വന്നു, പിരിഞ്ഞു. അതാണ് കാര്യം. എന്താണ് തനിക്ക് നോക്കുന്നത്? എന്ത് ലാഘവത്തോടു കൂടിയാ
ഒരു ഡിവോഴ്സിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത്? അതും ഒരു കഥയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ കുറച്ച് കാശ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചത്. എല്ലാവർക്കും വളരെ സന്തോഷം, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹം. രാധിക, അതാണ് നമ്മളുടെ ഭാര്യയുടെ പേര്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എല്ലാം ലണ്ടനിലാണ്. ആ കുട്ടി അവിടെയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ രീതികളോടൊന്നും ഒത്തുപോകാൻ ആ കുട്ടിക്ക് കഴിച്ചല്ല. എന്റെ അമ്മയ്ക്ക് ആ കുട്ടി എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു, ജീവൻ. മോളെ, നമ്മളുടെ കുടുംബത്തിൽ ആരും ഇതുമാതിരി വസ്ത്രങ്ങൾ ധരിക്കാറില്ല. ഞാൻ എന്ത് ധരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിലാരും ഇടപെടേണ്ട ആവശ്യമില്ല. മോളെ പോതല്ലേ ശല്യം. നമ്മളുടെ മനസ്സ് വിഷമിക്കുമെന്ന് കരുതി ആരും ഒന്നും പറയാൻ കൊടുത്തില്ല. എല്ലാം മറച്ചു വെച്ചു. ഒരു ദിവസം നമ്മൾ കോഴിക്കോട്ടെ ഒരു കട നോക്കാൻ പോയിട്ട് വരുമ്പോൾ അച്ഛന് പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടായി. അയ്യോ, എന്ത് പറ്റി? മോളെ, കുട്ടികളുടെ അച്ഛന് ഭയങ്കര നെഞ്ചുവേദന. ഉടനെ ആസ്പത്രി പോണോ? മോളൊന്ന് കാറെടുക്കണേ. ഞാൻ മെഹന്തി ഇട്ടിരിക്കുന്ന കണ്ടില്ലേ? നിങ്ങൾ പുറത്തുനിന്ന് ടാക്സി വിളിക്കും. അതിനൊക്കെ ഒരുപാട് നേരം എടുക്കും. മോള് കൈ കളിയിട്ടോ. നിങ്ങളൊന്ന് ശല്യപ്പെടുത്താതെ പോകുന്നുണ്ടോ? മോളെ, റോഡിൽ ഇറങ്ങി ടാക്സി വിളിച്ച് ആസ്പത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു. താൻ ഒരാൾ കാരണമാണ് നമ്മളുടെ അച്ഛൻ മരിക്കാൻ കൊടുത്തത്. അതെ, നിങ്ങളുടെ വീട്ടിലെ വേലക്കാരി ആവാനോ ഡ്രൈവർ ആവാനോ തന്തേ നല്ലേ നോക്കാനോ എന്നെ കിട്ടില്ല. ആ മുടിഞ്ഞ തള്ളിയും കൂടി ചത്തിരുന്നെങ്കിൽ സമാധാനമായേനെ. അയാളുടെ കർണം പൊട്ടിച്ചു ഒന്ന് കൊടുത്തു, അയാളും പൊട്ടിച്ചു താലി. വെറുതെ നഷ്ടബോധം കുറ്റബോധവും നമ്മൾക്കുണ്ടായിട്ടില്ല. സോറി. എന്തിന്? അവര് വരേണ്ട സമയം കഴിഞ്ഞല്ല. ഇനി രണ്ടുപേരും കൂടി വല്ല ഹോട്ടലിൽ റൂം എടുത്തതാണോ? അതെ, ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാത്ത ആളാ എന്റെ മുതലാളി, അറിയോ? ഓ, എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് കിടക്കൂല. അപ്പൊ പിന്നെ അവരെത്തി. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വെറുതെ ഒരു ഇഡ്ലി, കുറച്ച് സാമ്പാർ, കുറച്ച് സമ്മതിപ്പൊടി, അത് പോരെ. ഇത് ആരാണ് ഉണ്ടാക്കാൻ കൊടുത്തത്? അമ്മയല്ല, ഉറപ്പ്. ഇത്ര രുചിയില്ലാത്ത ആഹാരം അമ്മ ഉണ്ടാക്കാൻ കൊടുക്കില്ല. അയ്യേ, ഈ ചായ ഒരു തുള്ളി പോലും തിന്നാൻ പറ്റണില്ലല്ലോ. ഒരു രുചിയുമില്ല. ആ ഗോപി ആയിരിക്കും ഉണ്ടാക്കാൻ കൊടുത്തത്. അറേ ഗോപേ. അയ്യോ, എനിക്ക് തിന്നാൻ അറിയൂ, ഉണ്ടാക്കാൻ അറിയില്ല. ഒന്ന് ഞാൻ തർപ്പിച്ച് പറയാം, ഇത് ശത്രുരാജ്യത്ത് വന്ന ഭക്ഷണം. എന്ത്? ശത്രുരാജ്യത്ത് നിന്ന് വന്നതോ? താൻ എന്താണ് പറയാൻ കൊടുക്കുന്നത്? തനിക്ക് തലയ്ക്ക് ഓളമുണ്ടോ? നമ്മൾ നമ്മളുടെ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ കൊടുത്തോളാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കണ്ട. ആർ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലാന്ന്? ഇപ്പൊ സാറല്ലേ പറഞ്ഞേ? അത് അമ്മയെ ചൂടാക്കാൻ ഇടയ്ക്ക് ഒരു തമാശ കൊടുത്തത്. ഇടയ്ക്കിടയ്ക്ക് അമ്മയെ സിറിപ്പിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. അത് ശരിയാ. ഇന്നലെ മുതലാളി ഒരു കോമഡി പറഞ്ഞിട്ട് ഞാൻ 2 ആഴ്ച ചിരിച്ചു. ഇനി ഒരാഴ്ച കൂടി ചിരിക്കും. കാലത്തെ കുറങ്ങ, തനിക്ക് പുറത്തു പോ. ചെറുപ്പം തൊട്ടേ അമ്മ അടുക്കളയിൽ കേറ്റിയിട്ടില്ല. അതുകൊണ്ട് പാചകത്തിൽ ഇത്തിരി പുറകോട്ടാ. പാചകത്തിൽ മുന്നോട്ടാണല്ലോ. അതിന് നിങ്ങൾ ചേട്ടൻ അനിയനും തോൽപ്പിക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല. കാലത്തെ കുറങ്ങ, താൻ ഇതുവരെ പോകാൻ കൊടുത്തില്ല. ആൽബലാതി തനിക്ക് ഫ്രീ കൊടുക്കുമ്പോൾ താൻ വാ, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാം പാചകം. നല്ല രസമായിരിക്കും. വെറുതെ പറഞ്ഞതാണ്. നിങ്ങൾ മിണ്ടി പറഞ്ഞിരിക്കൂ, നമുക്ക് തിരക്കുണ്ട്. വരട്ടെ. ഇത്തിക്ക് വിശേഷു ആ കുട്ടിക്കൊരു സഹായം ചെയ്യാൻ കൊടുക്കാൻ. എന്ത് സഹായമാണ് നമ്മൾ ചെയ്യാൻ കൊടുക്കേണ്ടത്? പറയടോ. അത് എന്റെ കൂടെ ഒന്ന് കോയമ്പത്തൂര് വരെ വരുമോ? ബോഡി ഗാർഡായിട്ടാണോ? അയ്യോ, അങ്ങനെയല്ല. എന്റെ സഹോദരിക്കൊരു പ്രോബ്ലം. ആണടുത്ത് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ സഹായിക്കാൻ മാത്രം ബന്ധുക്കളൊന്നും ഇല്ല ഞങ്ങൾക്ക്. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. നമ്മൾ പറ. വീട്ട്കൊള്ളാമല്ലോ. സ്വന്തമാണോ? ഏയ് അല്ല, വാടകയ്ക്കാ. വരൂ. ഇത് അമ്മ മഹേശ്വരി. നമസ്കാരം. ഇത് ഇവിടുത്തെ അറിയാം, സർവന്റ് അല്ലേ? സർവന്റ് അല്ല, മാനേജർ.
ഇവിടുത്തെ അടുക്കള മാനേജ് ചെയ്യുന്നത് ഞാനാ. അടുക്കള മാനേജർ കൊള്ളാമല്ലോ. ഈ സാധനത്തിന് പാലക്കാട് നിന്ന് എപ്പം കൂടെ കയറ്റി വിട്ട്. സാധനമല്ല, ശാന്ത, അതാ എന്റെ പേര്. ആ 2 ദിവസം മുമ്പ് കേട്ടിവിട്ടതാ അമ്മയ്ക്കൊരു സഹായത്തിന്. അമ്മയെ നമ്മൾക്ക് പരിചയപ്പെടാൻ കൊടുത്തില്ല. നമ്മൾ രാജ കമ്മത്ത്. എവിടെയോ കണ്ട പരിചയം. പരിചയം കാണും. നമ്മൾ ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ അവിടെയൊക്കെ നമ്മളെ പറ്റി നല്ല അഭിപ്രായമാണ്. വരൂ. അല്ല, സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ കൊടുത്തില്ലല്ലോ. ഓഫീസിൽ എത്തുന്നേ. ഏത് ഓഫീസിലാണ്? ഇൻകം ടാക്സോ? അപ്പോൾ പേടിക്കണമല്ലോ. ശാന്തി, നീ പോയി ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുത്തോ. ഹോട്ടോ കൂളോ? എന്താ? അല്ല, ചായ വേണോ നാരങ്ങ വെള്ളം വേണോ? നല്ല സൂപ്പർ ആയിട്ടൊരു കാപ്പി മതി. ടിഫിൻ എന്താ ഉണ്ടാക്കണ്ടേ? അതിപ്പോ അല്ല, നിങ്ങൾ കിച്ചണിൽ നിന്ന് ഒന്ന് മാറി തന്നാൽ നമ്മൾ ചില കമ്മത്ത് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കാൻ കൊടുക്കാം. താല്പര്യമുണ്ടോ? പിന്നെന്താ? അപ്പോൾ മാനേജർ പറയാൻ കൊടുക്കൂ. എവിടെയാണ് കിച്ചൺ? ടിഫിൻ റെഡിയാണ്, വരാൻ കൊടുക്കൂ. ഇത്രയും പെട്ടെന്ന് ഇത്ര അധികം വിഭവങ്ങളോ? സമ്മതിച്ചു. പാചകത്തിൽ നമ്മളൊരു സിംഹമാണെന്നാണ് കേരളക്കാർ പറയാൻ കൊടുക്കുന്നത്. സഹോദരി വരുമ്പോൾ ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കാൻ കൊടുത്താൽ നമ്മളാണെന്ന് പറയാൻ കൊടുക്കണ്ട. സെക്രട്ടറി മാഡം ആണെന്ന് പറഞ്ഞാൽ മതി. വെറുതെ ക്രെഡിറ്റ് ഇരിക്കട്ടെ. രേഖമോള് വരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കാം. നല്ല രുചിയുണ്ട് അല്ലേ? ഇനി ഒരു സത്യം പറയട്ടെ, അത് ഉണ്ടാക്കിയ ആൾ നമ്മളാണ്. നമ്മൾ ആരാണെന്ന് മനസ്സിലായോ? നമ്മളാണ് രാജ കമ്മത്ത്. അങ്ങനെയൊന്നും പറഞ്ഞ രേഖമോക്ക് മനസ്സിലാവില്ല. ഇങ്ങനെയാണ് മാഡം പറഞ്ഞ SP കമ്മത്ത്. SP കമ്മത്തോ? അതാരാണ്? അതറിയില്ലേ? ഇപ്പൊ നാട്ടിലെല്ലാരും മുതലാളിനെ SP കമ്മത്തെന്ന് വിളിക്കുന്നത്. സ്വയം പൊങ്ങി കമ്മത്ത്. ഓഹോ, നമ്മളെ പറ്റി മറ്റാരും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തന്നെ പറയും. അതിലെന്താണ് തെറ്റ്? ഇനി അതിനെ നിങ്ങൾ സ്വയം പൊങ്ങി കമ്മത്തെന്ന് വിളിച്ചാൽ നമുക്ക് ഒരു പരിഭവവുമില്ല, ഒരു പരാതിയുമില്ല. കുട്ടി കളിച്ചോളൂ. ഒരു ദോശ എടുത്ത് കുറച്ച് ചമ്മന്തി, കുറച്ച് ചട്നി എടുത്ത് ഉരുട്ടി കളിച്ചോളൂ. നല്ല രസമായിരിക്കും. ഇനി വന്ന കാര്യത്തിലേക്ക് കേൾക്കാം. എന്താണ് മാഡത്തിന്റെ സഹോദരിയുടെ പ്രശ്നം? കുറച്ച് ദിവസമായിട്ട് ഇവൾക്കൊരു ഭയം. നിഴല പോലെ ആരോ പിന്തുടരുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയ പക്ഷെ കാണൂല. ബസ്സില്, ബസ് സ്റ്റോപ്പില്, പല സ്ഥലങ്ങളും ഇവളുടെ പുറകിൽ ആരോ ഉണ്ട്. അന്ന് സെക്രട്ടറി മാഡത്തിനെ ഹൈവേയിൽ തടഞ്ഞു നിർത്തിയ ആൾ ഈ സഹോദരിയുടെ കാര്യത്തിലാണോ പ്രശ്നമുണ്ടാക്കിയത്? അതെ. എങ്കിൽ പിന്നെ സംശയം തീർക്കേണ്ട കാര്യമില്ല. അത് അവർ തന്നെ. പോലീസിൽ പരാതി കൊടുത്തില്ലേ? പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ പോലീസിലെ നല്ല പിടിപാടാ. ആരാണവർ? അവരുമായി നമ്മൾക്ക് എന്താണ് ബന്ധം? അറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാൻ കൊടുക്കണ്ട കേട്ടോ. അരെ ഗോപി, എന്താണ്? ആരാണ്? അല്ല, ഒരുത്തര ഗേറ്റിന്റെ അവിടെ പതുങ്ങിയേക്കണേ. ചോദിച്ചപ്പോ ഹിന്ദിയിൽ എന്തോ പറഞ്ഞു, ഓടിക്കളഞ്ഞു. പക്ഷെ ഒരു വശപ്പശക്ക് ലുക്ക് ഉണ്ട്. പിള്ളേരാകെ പേടിച്ചിരിക്കുക. നിങ്ങൾക്ക് പേടിക്കാൻ കൊടുക്കണ്ട. ഇതിപ്പോ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. നമ്മൾക്ക് സിറ്റിയിൽ കടയുണ്ട്, താമസ സൗകര്യമുണ്ട്. പക്ഷെ ഇവരെ ഇന്നിപ്പോൾ ഇവിടെ തനിച്ചാക്കിയിട്ട് നമ്മൾ പോകുന്നത് ശരിയാണോ? ഒട്ടും ശരിയല്ല. അവിടെ ഒരു മുറിയുണ്ട്. അസൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. അന്നാ മുതലാളി അവിടെ കിടന്നു. ഗോവിച്ചേട്ടൻ എന്റെ റൂമിൽ കിടന്നോ? ഓ, അപ്പൊ നീയോ? ഞാൻ അമ്മയുടെ റൂമിൽ കിടന്നോളാം. എന്നാ പിന്നെ ഞാൻ വണ്ടി കിടന്നു. നമുക്ക് പോവാം. നമ്മൾക്ക് എല്ലാം ഒന്ന് സട്ടം കെട്ടിയിട്ട് പോകാം. സഹോദരിയുടെ പുറകെ ഒരാൾ വരാൻ കൊടുക്കുന്നത് എപ്പോഴാണ്, എവിടെ വെച്ചാണ്? ഇന്നലെ ബസ് സ്റ്റോപ്പിൽ വെച്ചല്ലേ കണ്ടത്? ഒരു ബൈക്കില് ഹെൽമെറ്റ് ഒക്കെ വെച്ച്. അപ്പോൾ സഹോദരി സാധാരണ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത് പോലെ പോട്ടെ. നമ്മൾ ഒരു 30 അടി പുറകിൽ പമ്മി പോകും. സഹോദരി പോകാൻ കൊടുക്കും. അയാൾ തന്നെയാണ്. നമ്മൾ തൊട്ടാൽ അയാൾ സത്തു പോകും. നമ്മൾക്ക് അയാളെ ജീവനോടെ വേണം. ഇതിന് താൻ പോയാൽ മതി. ശരി മോനെ. Oh!
പുറകെ നടന്ന് ഭീഷണിപ്പെടുത്താൻ കൊടുക്കുന്നു കള്ള ബഡ്വ. അന്നു നമ്മളൊരു വേണ്ട മുതലാളി. താൻ നമ്മളുടെ അനിയനെ അടിക്കാൻ കൊടുത്തുവല്ലേ? നമ്മളുടെ അനിയനെ നമ്മളൊരു ഇറുക്കിലെട്ട് പോലും അടിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ അയാളെ തള്ളി. അന്നു നമ്മളോട് ക്ഷമിക്കണം. നമ്മൾക്ക് ഒരു തെറ്റ് പറ്റിയതാണ്. പക്ഷേ നമ്മൾ കൊല്ലാൻ വന്നതല്ല. ഒരു സ്നേഹം പറയാൻ വന്നതാണ്. നമ്മൾക്ക് ആ കുട്ടിയെ ഇഷ്ടമാണ്. പെൺകുട്ടികളെ ആൾക്കത്തിലും ഒടുക്കത്തിലും വളർത്തണം. മാനമര്യാദക്ക് വളർത്തണം. കണ്ണും കലാസവും കാട്ടി വസീകരിക്കാൻ നോക്കിയാൽ ആൺകൾ പുറകെ വരും. അതിലെന്താണ് തെറ്റ്? എടോ മര്യാദയ്ക്ക് സംസാരിച്ചിരിക്കണ്ടല്ലോ. താൻ ആരാണെന്ന് നമ്മൾക്കറിയാൻ, നമ്മൾ ആരാണെന്ന് തനിക്കറിയാൻ കൊടുത്തിട്ടില്ല. മര്യാദ പഠിപ്പിക്കാൻ ഒരു മുനിസിപ്പൽ സെക്രട്ടറി വന്നിരിക്കണോ? താൻ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന മാതിരി തന്റെ വീട് ഭരിച്ചിരുന്നെങ്കിൽ ഈ പെൺകുട്ടി ഇങ്ങനെ ആക്കുമായിരുന്നോ? തനിക്ക് വലുത് തന്റെ സഹോദരിയാണെങ്കിൽ നമ്മൾക്ക് വലുത് നമ്മളുടെ സഹോദരനാണ്. അയാൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അയാൾക്ക് മാപ്പ് കൊടുക്കും. തന്റെ ഏഴിവാൾ പോലത്തെ ഈ സഹോദരിയുടെ പുറകെ നടക്കുന്നത് നമ്മളുടെ സഹോദരനാണെന്ന് തനിക്ക് അറിയാൻ പറ്റും. അത് ഒളിപ്പിച്ചു വെച്ച് നമ്മളെ കൊണ്ട് ഇവരെ തള്ളിട്ടു. നമ്മൾ തമ്മിൽ പിരിക്കാൻ നോക്കി. നമ്മൾ അയാളെ സൗട്ടി രാക്ഷസി. ഇനി താനും തന്റെ കുടുംബവും നമ്മളുടെ വീടിന്റെ പരിസരത്ത് കണ്ടാൽ എടോ കമ്മത്തെ തന്നെ ഞാൻ വിശ്വസിച്ചു. പക്ഷെ എന്നോടുള്ള മുൻവാരേക്കും തീർക്കാൻ താൻ തന്നെ അനിയനെ കരുവാക്കിയല്ലേ? സൂക്ഷിച്ചോ, ഇതിനെ താൻ അനുഭവിക്കടോ. അനുഭവിക്കുന്നത് ആരാണെന്ന് നമ്മൾക്ക് അപ്പോൾ കണ്ടറിയാമല്ലോ. കണ്ടറിയാം.